ആഗോള ഭൂപടത്തിന്റെ തന്ത്രപ്രധാനമായ കേന്ദ്ര ബിന്ദുവിലേക്ക് അമേരിക്ക വീണ്ടും കണ്ണെറിയുകയാണോ? ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് അത്ഭുതവും ആഗോള വ്യാപാരത്തിന്റെ കടിഞ്ഞാണുമായ പനാമ കനാലിന്മേൽ വൈറ്റ് ഹൗസ് വീണ്ടും ആധിപത്യം ഉറപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന സൂചനകളാണ് കുറച്ചു ദിവസങ്ങളായി പുറത്തു വരുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത നയങ്ങൾക്കും കടുത്ത തീരുമാനങ്ങൾക്കും പേരുകേട്ട ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിന് കീഴിൽ അമേരിക്കയുടെ തന്ത്രപ്രധാനമായ കരുനീക്കങ്ങൾ പനാമയെ ലക്ഷ്യമിട്ടാണെന്ന ചർച്ചകൾ ഭൗമരാഷ്ട്രീയത്തിൽ സജീവമായി കഴിഞ്ഞു. 1999 പനാമയ്ക്ക് തിരികെ നൽകിയ കനാലിന്റെ അധികാരം 26 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു രൂപത്തിൽ അമേരിക്ക വീണ്ടും കൈപ്പിടിയിലാക്കുമോ എന്ന ആശങ്കയാണ് ഇതിലൂടെ ഉയരുന്നത്. അന്താരാഷ്ട്ര തലത്തിലെ ഈ വമ്പൻ ചൂതാട്ടത്തിൽ പനാമ എന്ന കൊച്ചു രാജ്യത്തെ കാത്തിരിക്കുന്നത് എന്താണെന്നും ഈ നീക്കങ്ങൾക്ക് പിന്നിലെ ഞെട്ടിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് പരിശോധിക്കാം. ലോക ചരിത്രത്തെയും അന്താരാഷ്ട്ര വ്യാപാരത്തെയും മാറ്റിമറിച്ച എഞ്ചിനീയറിംഗ് അത്ഭുതമാണ് പനാമ കനാൽ. അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ കൃത്രിമ ജലപാതയ്ക്ക് മനുഷ്യ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സ്ഥാനമാണുള്ളത്. വടക്കേ അമേരിക്കയ്ക്കും തെക്കേ അമേരിക്കയ്ക്കും ഇടയിലുള്ള പനാമ എന്ന ഇടുങ്ങിയ കരഭാഗം മുറിച്ചു നിർമ്മിച്ച ഈ കനാൽ ആഗോള കപ്പൽ ഗതാഗതത്തിന്റെ ദൂരവും സമയവും പകുതിയിലധികമായി കുറച്ചു. പനാമ കനാൽ നിലവിൽ വരുന്നതിന് മുൻപ് അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് നിന്നും പടിഞ്ഞാറൻ തീരത്തേക്ക് ഒരു കപ്പലിന് പോകണമെങ്കിൽ തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തെ മുഴുവനായി ചുറ്റി അപകടം നിറഞ്ഞ കേപ്പ് ഹോൺ വഴി 21,000 കിലോമീറ്ററിലധികം സഞ്ചരിക്കണമായിരുന്നു. എന്നാൽ 82 കിലോമീറ്റർ മാത്രം നീളമുള്ള പനാമ കനാൽ യാഥാർത്ഥ്യമായതോടെ ഈ ദൂരം വെറും 8,000 കിലോമീറ്ററായി ചുരുങ്ങി. സമുദ്രനിരപ്പിൽ നിന്ന് 26 മീറ്റർ ഉയരത്തിലുള്ള ഗാറ്റോൺ തടാകം വഴിയാണ് കപ്പലുകൾ കടന്നു പോകുന്നത്. കപ്പലുകളെ ഉയർത്താനും താഴ്ത്താനുമായി അത്യാധുനികമായ ലോക്ക് സിസ്റ്റം ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. പനാമ കനാലിലൂടെ ഒരു കപ്പലിന് കടന്നു പോകാൻ ഏകദേശം 8 മുതൽ 10 മണിക്കൂർ വരെ സമയം മതിയാകും. പനാമ കനാലിന്റെ ചരിത്രം മനുഷ്യന്റെ കഠിനാധ്വാനത്തിന്റെയും വലിയ പ്രതിസന്ധികളുടെയും കഥയാണ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ സൂയസ് കനാൽ നിർമ്മിച്ച ഫ്രഞ്ച് എഞ്ചിനീയറായ ഫെർഡിനാൻഡ് ഡി ലെസപ്സിന്റെ നേതൃത്വത്തിലാണ് ആദ്യമായി പനാമയിൽ ഖനനം തുടങ്ങിയത്. എന്നാൽ മലേറിയ, മഞ്ഞപ്പനി തുടങ്ങിയ മാരക രോഗങ്ങളും കഠിനമായ പരീക്ഷണങ്ങളും കാരണം 20,000-ത്തിലധികം തൊഴിലാളികൾ മരണപ്പെടുകയും ഫ്രഞ്ച് ശ്രമം പരാജയപ്പെടുകയും ചെയ്തു. പിന്നീട് 1904-ൽ അമേരിക്ക ഈ പദ്ധതി ഏറ്റെടുത്തു. അമേരിക്ക കനാൽ നിർമ്മാണം ഏറ്റെടുത്തപ്പോൾ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ഫ്രഞ്ചുകാരെ പോലെ രോഗങ്ങൾ ബാധിച്ച് തൊഴിലാളികൾ മരിച്ചു പോകാതെ നോക്കുക എന്നതായിരുന്നു. ഇതിനായി വില്യം ക്രോഫോർഡ് ഗോർഗാസ് എന്ന പ്രശസ്ത മിലിറ്ററി ഡോക്ടറുടെ നേതൃത്വത്തിൽ വലിയൊരു ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് അമേരിക്ക നടപ്പാക്കിയത്. മലേറിയയും മഞ്ഞപ്പനിയും പടർത്തുന്നത് കൊതുകുകളാണെന്ന് കണ്ടെത്തിയ അദ്ദേഹം കനാൽ നിർമ്മാണ മേഖലയിലെ കിലോമീറ്ററുകളോളം വരുന്ന ചതുപ്പ് നിലങ്ങളിൽ മരുന്ന് തളിച്ചും വെള്ളക്കെട്ടുകൾ ഇല്ലാതാക്കിയും കൊതുകുകളെ പൂർണ്ണമായി നശിപ്പിച്ചു. ഈ ശാസ്ത്രീയമായ ഇടപെടലാണ് 10,000-കണക്കിന് തൊഴിലാളികളുടെ ജീവൻ രക്ഷിച്ചതും കനാൽ നിർമ്മാണം പൂർത്തിയാക്കാൻ അമേരിക്കയെ സഹായിച്ചതും. 1999 ഡിസംബർ 31-ന് അധികാരം പൂർണ്ണമായും പനാമയ്ക്ക് ലഭിച്ചതിനു ശേഷം അവർ കനാലിനെ കൂടുതൽ ആധുനികവൽക്കരിക്കുകയാണ് ചെയ്തത്. പനാമ കനാൽ അതോറിറ്റിയുടെ കീഴിൽ കനാലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്നു. ആധുനിക കാലത്തെ ഭീമാകാരന്മാരായ പോസ്റ്റ് പനാമാക്സ് കപ്പലുകൾക്ക് കടന്നു പോകാൻ പാകത്തിൽ വലിയ പുതിയ ലോക്കുകളും ജലപാതകളും അവർ നിർമ്മിച്ചു. 2016-ൽ പൂർത്തിയായ ഈ വിപുലീകരണത്തോടെ കനാലിന്റെ ചരക്കു നീക്ക ശേഷി ഇരട്ടിയായി വർദ്ധിച്ചു. ഇന്ന് പനാമ എന്ന രാജ്യത്തിന്റെ GDP-യുടെ വലിയൊരു പങ്ക് ഈ കനാലിൽ നിന്നുള്ള വരുമാനമാണ്. തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരവും സാമ്പത്തിക ഭദ്രതയും കാത്തു സൂക്ഷിക്കുന്നതിൽ ഈ കനാൽ എത്രത്തോളം നിർണായകമാണെന്ന് പനാമ ലോകത്തിന് കാണിച്ചു കൊടുത്തു. വ്യാവസായിക ലോകത്ത് പനാമ കനാലിന്റെ സ്വാധീനം വളരെ വലുതാണ്. ആഗോള വ്യാപാരത്തിന്റെ 5% ഇന്നും ഈ കനാൽ വഴിയാണ് നടക്കുന്നത്. ആധുനിക കാലത്തെ കൂറ്റൻ കപ്പലുകൾക്ക് കടന്നു പോകാൻ പാകത്തിൽ 2016-ൽ കനാൽ വികസിപ്പിക്കുകയുണ്ടായി. 2016-ൽ കനാൽ വികസിപ്പിച്ചതുവഴി വലിയ LNG ടാങ്കറുകൾക്കും കൂറ്റൻ കണ്ടെയ്നർ കപ്പലുകൾക്കും ഇതിലൂടെ കടന്നു പോകാൻ സാധ്യമായി. ഇത് അമേരിക്കയിലെ വ്യവസായശാലകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ദ്രവീകൃത പ്രകൃതിവാതകവും മറ്റ് ചരക്കുകളും ചൈന, ജപ്പാൻ, ഇന്ത്യ തുടങ്ങിയ ഏഷ്യൻ വിപണികളിലേക്ക് അതിവേഗം എത്തിക്കാൻ സഹായിക്കുന്നുണ്ട്. പനാമ കനാലിന്റെ ഈ വിപുലീകരണം ആഗോളതലത്തിൽ ചരക്കു കടത്തുകൂലി കുറയ്ക്കുന്നതിനും വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും വലിയ പങ്ക് വഹിച്ചു. എന്നാൽ സമീപകാലത്ത് ആഗോള വ്യവസായ ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ കനാലിലെ ജലക്ഷാമമാണ്. കാലാവസ്ഥാ വ്യതിയാനം കാരണം കനാലിലെ ജലനിരപ്പ് താഴുമ്പോൾ ദിവസേന കടന്നു പോകുന്ന കപ്പലുകളുടെ എണ്ണം അധികൃതർക്ക് പരിമിതപ്പെടുത്തേണ്ടി വരുന്നു.
ഇത് ലോകവ്യാപകമായി ചരക്കു നീക്കം വൈകുന്നതിനും കമ്പനികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നതിനും കാരണമാകുന്നുണ്ട്. എങ്കിലും മിഡിൽ ഈസ്റ്റിലെയും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലെയും രാഷ്ട്രീയ സംഘർഷങ്ങൾ കാരണം സൂയസ് കനാൽ വഴിയുള്ള യാത്ര അപകടകരമാകുമ്പോൾ രാജ്യാന്തര കപ്പൽ കമ്പനികൾക്ക് ഏറ്റവും സുരക്ഷിതമായ ആശ്രയമായി പനാമ കനാൽ ഇന്നും നിലകൊള്ളുന്നു. വ്യവസായ ലോകത്തിന്റെ ഭാവിയെ പോലും സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു ആഗോള ശക്തി കേന്ദ്രമായി പനാമ കനാൽ തുടരുന്നതും അതുകൊണ്ടാണ്. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ ലോകത്തിന്റെ മധ്യഭാഗത്താണ് പനാമയുടെ സ്ഥാനം. വടക്കേ അമേരിക്കയെയും തെക്കേ അമേരിക്കയെയും ബന്ധിപ്പിക്കുന്ന അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങളെ കൂട്ടിമുട്ടിക്കുന്ന ഈ കൊച്ചു രാജ്യം വീണ്ടും അമേരിക്കയുടെ തന്ത്രപ്രധാനമായ കണ്ണുകളിലെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുകയാണ് എന്ന കാര്യം കൂടി നമ്മളിവിടെ സംസാരിക്കേണ്ടതുണ്ട്. 1999 ഡിസംബർ 31 കനാലിന്റെ പൂർണ്ണമായ അധികാരം പനാമയ്ക്ക് കൈമാറി അമേരിക്ക അവിടെ നിന്ന് പിൻവാങ്ങിയതാണെങ്കിലും സമീപകാല ആഗോള രാഷ്ട്രീയ വ്യതിയാനങ്ങളും സാമ്പത്തിക യുദ്ധങ്ങളും അമേരിക്കയെ വീണ്ടും പനാമയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇതിന് പിന്നിൽ കൃത്യമായ ചില ഭൗമരാഷ്ട്രീയ കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആഗോളതലത്തിൽ അമേരിക്കയും ചൈനയും തമ്മിൽ നിലനിൽക്കുന്ന കടുത്ത സാമ്പത്തിക നയതന്ത്ര യുദ്ധമാണ്. അമേരിക്കയുടെ സ്വാധീന വലയത്തിലായിരുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ചൈന തങ്ങളുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് വഴി വലിയ തോതിൽ പണം നിക്ഷേപിക്കുന്നുണ്ട്. പനാമ കനാലിന്റെ ഇരുവശങ്ങളിലുമുള്ള തുറമുഖങ്ങളുടെ നിയന്ത്രണവും നിർമ്മാണവും ചൈനീസ് കമ്പനികൾ സ്വന്തമാക്കിയത് വാഷിംഗ്ടണിൽ വലിയ ആശങ്ക പരത്തിയിട്ടുണ്ട്. പനാമ കനാൽ വഴിയുള്ള ചരക്കു നീക്കത്തിൽ അമേരിക്ക കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ചൈനയ്ക്കാണ്. കനാലിന്റെ ഭരണത്തിലും പനാമയുടെ സമ്പദ് വ്യവസ്ഥയിലും ചൈനയ്ക്ക് മേധാവിത്വം ലഭിച്ചാൽ അത് അമേരിക്കയുടെ സാമ്പത്തിക സുരക്ഷയെയും നാവിക മേധാവിത്വത്തെയും നേരിട്ട് ബാധിക്കും. ചൈനയുടെ ഈ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കുക എന്നതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. മറ്റൊരു പ്രധാന ഘടകം മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്പിലെയും നിലവിലെ സംഘർഷഭരിതമായ സാഹചര്യങ്ങളാണ്. ചെങ്കടലിലെയും സൂയസ് കനാലിലെയും സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം അന്താരാഷ്ട്ര കപ്പൽ കമ്പനികൾ പലതും ആ പാത ഉപേക്ഷിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഇത് പനാമ കനാലിന്റെ പ്രാധാന്യം ഇരട്ടിയാക്കി. അമേരിക്കയിൽ നിന്ന് ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള എണ്ണ, ദ്രവീകൃത പ്രകൃതിവാതകം എന്നിവയുടെ കയറ്റുമതി വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഈ ഊർജിത വിഭവങ്ങൾ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ അമേരിക്കയ്ക്ക് പനാമ കനാലിന്റെ സുഗമമായ പ്രവർത്തനം അത്യാവശ്യമാണ്. ആഗോള ഊർജ വിപണിയിലെ തങ്ങളുടെ മേധാവിത്വം നിലനിർത്താൻ ഈ ജലപാതയുടെ മേൽ അമേരിക്കയ്ക്ക് പരോക്ഷമായെങ്കിലും ഒരു കൺട്രോൾ ഉണ്ടായേ തീരൂ. അടുത്ത കാലത്തായി പനാമ കനാൽ നേരിടുന്ന കടുത്ത കാലാവസ്ഥാ വ്യതിയാനങ്ങളും വരൾച്ചയും അമേരിക്കയെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. കനാലിലെ ജലനിരപ്പ് താഴുമ്പോൾ കപ്പലുകളുടെ എണ്ണം കുറയ്ക്കേണ്ടി വരുന്നത് അമേരിക്കൻ കമ്പനികൾക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. കനാലിന്റെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ പനാമ സർക്കാർ ആവിഷ്കരിക്കുന്ന പുതിയ ജലസംഭരണ പദ്ധതികളിൽ സാങ്കേതികമായും സാമ്പത്തികമായും സഹായിക്കാൻ അമേരിക്ക വലിയ താല്പര്യം കാണിക്കുന്നുണ്ട്. ഇതിലൂടെ പനാമയുമായുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാക്കാനും കനാലിന്റെ ഭാവി തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുകൂലമാക്കാനും അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. കൂടാതെ തെക്കേ അമേരിക്കയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം തടയുന്നതിലും പനാമ അമേരിക്ക ഒരു പ്രധാന പങ്കാളിയാണ്. കൊളംബിയയ്ക്കും പനാമയ്ക്കും ഇടയിലുള്ള കടുപ്പമേറിയ ഡാരിയൻ ഗ്യാപ്പ് കാടുകൾ വഴിയാണ് 10,000-കണക്കിന് ആളുകൾ അമേരിക്ക ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നത്. ഈ കുടിയേറ്റം നിയന്ത്രിക്കാൻ പനാമൻ അതിർത്തി സുരക്ഷാ സേനയ്ക്ക് അമേരിക്ക വലിയ രീതിയിലുള്ള സാമ്പത്തിക സൈനിക സഹായങ്ങൾ നൽകുന്നുണ്ട്. പനാമയുമായി ശക്തമായ സുരക്ഷാ ബന്ധം നിലനിർത്തുന്നത് വഴി സ്വന്തം രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നു. ചുരുക്കത്തിൽ പഴയതുപോലെ സൈനികമായി പനാമയെ കൈവശപ്പെടുത്താനല്ല അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നത്. മറിച്ച് ചൈനയുടെ സ്വാധീനം കുറയ്ക്കാനും ആഗോള ഊർജ വിതരണം സുരക്ഷിതമാക്കാനും കുടിയേറ്റ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള ഒരു തന്ത്രപ്രധാന ആയുധമായാണ് അമേരിക്ക പനാമയെ കാണുന്നത്. മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ ലോകക്രമത്തിൽ അമേരിക്കയുടെ സാമ്പത്തിക രാഷ്ട്രീയ നിലനിൽപ്പിന് പനാമ കനാൽ എത്രത്തോളം നിർണായകമാണെന്ന് ഈ സമീപകാല ഇടപെടലുകൾ വ്യക്തമാക്കുന്നു. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.